അവൻ ഓവർ സ്മാർട്ട് കളിച്ച് എന്റെ പോസ്റ്റിൽ കയറി ഗോളടിച്ച് കളഞ്ഞു. ഇനി അടുത്ത പ്ലാൻ തയ്യാറാക്കണം. ഒന്നും വേഗം വന്നേടി. ഇയാൾ എന്തോ നീ ചാവാൻ പോണത് പോലെ കിടന്ന് അലറുന്നത്? എന്തോ കാര്യമുണ്ടല്ലോ. എടി രാധേ, എന്താ വേണുവേട്ടാ? എടി രാജു മോളോ നിന്നെ വിളിച്ചോ? ഇല്ല, എന്നെ ആരും വിളിച്ചില്ല. എന്നാ അവരെന്നെ വിളിച്ചു. എടി ആ കീടനാശിനി അംബിക ലോകപ്പീന്ന് ഇറങ്ങിന്ന്. ദൈവമേ, യോ നമ്മുടെ ആള് പുറത്തിറങ്ങിയോ? 10 കാശ് കൈ വരണമെങ്കിൽ അംബിക പുറത്തിറങ്ങണം. എന്റെ ബാങ്കാണ് അവള്. ഇറങ്ങി ഉടനെ തുടങ്ങുമല്ലോ ശല്യം വേല വെയ്പും. പിള്ളേർക്കിന് ഒരു സ്വസ്ഥയും കൊടുക്കില്ലല്ലോ. ഒരാളുടെ നാശം കാണാനുള്ള ആഗ്രഹം കൊണ്ട് പറയണതല്ല, എല്ലാവർക്കും നന്മ വരണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കാറ്. പക്ഷേ ശത്രുത തോന്നുന്ന ആരെയും ഉപദ്രവിക്കുന്ന ഇവളെ കുറിച്ച് അങ്ങനെയല്ലേ ചിന്തിക്കാൻ പറ്റൂ? അല്ല, ഇത്ര ഭയങ്കര കുറ്റം ചെയ്ത ഈ സ്ത്രീയെ പോലീസ് എങ്ങനെ വെറുതെ വിട്ടു? വർമ്മ സാർ ഇടപെട്ടൂടി. കുറ്റം ചെയ്ത അമ്പിയല്ല സാറാണെന്ന് സാറ് പോലീസിന്റെ അടുത്ത് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളൊന്നും എനിക്കറിയാൻ പാടില്ല. അതിനൊക്കെ ഇനി പിള്ളേരും തന്നെ. ഓ നെറുകെട്ട സ്ത്രീ കുറെ നാൾ അകത്ത് കിടന്നെങ്കിൽ കുറച്ച് സമാധാനം ഉണ്ടാവുമായിരുന്നു. അംബിക ഭയങ്കരിയൊക്കെ തന്നെ സമ്മതിച്ചു. പക്ഷെ അവക്കൊരു മനസാക്ഷിയുണ്ട്. നിങ്ങളല്ലെങ്കിലും അവരുടെ ആളാണല്ലോ. അവരായിട്ട് ചേർന്ന് പല തരികടകളും നടത്തിയിട്ടുണ്ടോന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇൻഷാ അല്ലാഹ് യാ റസൂൽ. ഇതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണകളാ. ഈ പാൽക്കാരി അമ്പിയെ എനിക്ക് പണ്ട് കണ്ണെടുത്താ കണ്ടുകൂടായിരുന്നു. പിന്നെ അവള് മന്ത്രിയായെന്നറിഞ്ഞപ്പോഴാ ഞാൻ അന്തം വിട്ടുപോയത്. അയ്യോ, ചാണകമാരി നടന്നവള് മന്ത്രിയായെങ്കിൽ അത് അവളുടെ കഴിവ്. മിടുക്കിയാണ് അവള്. മിടുക്കിയാണെങ്കിൽ നിങ്ങൾ എടുത്ത് മടിയിൽ വെച്ചോ. സത്യം ഞാൻ പറയാലോ. സത്യം പറയുന്ന കാര്യത്തിൽ എനിക്ക് ഈശനും ബ്രഹ്മനും ഇല്ല. അംബിക മഹാദ്രോഹിയായിരിക്കും, സമ്മതിച്ചു. പക്ഷേ 10 കാശുണ്ടാക്കാൻ അവളെ കഴിഞ്ഞേ ഉള്ളൂ. ഇവർക്കൊക്കെ കാശുണ്ടാക്കാൻ മതിയല്ലോ, മനുഷ്യത്വം വേണ്ടല്ലോ. കാശുള്ളവർക്ക് എന്തിനാ വേണു ആശാനെ മനുഷ്യത്വം? അംബിക നിന്നൊന്ന് കറങ്ങിയാ മതി, കാശിന്റെ പെരളിയാ. നിങ്ങൾ അവളുടെ കയ്യിൽ നിന്ന് കുറെ കമഴ്ത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. യാ റസൂൽ, ദൈവം തമ്പുരാനാണ് സത്യം. 10 രൂപ അവളുടെ കയ്യിൽ നിന്ന് ഞാൻ കടമായിട്ട് പോലും വാങ്ങിച്ചിട്ടില്ല. അതെന്തിന്റെ കായ വേണു ആശാനെ? വലിയ സൈസ് ഈത്തപ്പഴമാണോ? അയ്യോ, ഇവര് ഫുള്ള് കേരളം മറന്നുപോയി, അറബിയായി. അതാണ് മാഡം തേങ്കായ. തേങ്കായ ഓ, ഞങ്ങളുടെ പാവങ്ങളുടെ ഈന്തക്കായ. ഇൻഷാ അല്ലാഹ് യാ റസൂൽ. അംബിക വർമ്മ കേസിൽ വമ്പൻ ട്വിസ്റ്റ്. ആ കുറ്റകൃത്യത്തിന്റെ ഉത്തരവാദിത്വം മുൻ മന്ത്രി പ്രതാപവർമ്മ ഏറ്റെടുത്തു. ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയിൽ വിവാദമായ അഴിമതി കേസിൽ ഒരു വമ്പൻ ട്വിസ്റ്റ്. തന്റെ പകരക്കാരിയായി വന്ന് അധികാരമേറ്റതാണ് അംബിക വർമ്മയെന്നും അതുകൂടാതെ തന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചാണ് അംബിക വർമ്മ ഭരണം നടത്തിയതെന്നും പ്രതാപവർമ്മ പോലീസിന് മൊഴി കൊടുത്തു. ഇപ്പോ SSLC ചോദ്യപേപ്പർ ചോർന്ന കേസിൽ പ്രതാപവർമ്മയാണ് മുഖ്യപ്രതി.
അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലായിരുന്ന അംബികാവർമ്മയെ പോലീസ് വിട്ടയച്ചു. ശ്രീമതി അംബികാവർമ്മ പ്രതിയാക്കപ്പെട്ട പ്രതാപ് വർമ്മയുടെ മൂത്ത സഹോദരിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. KCP സംസ്ഥാന പ്രസിഡന്റ് അനന്തൻപിള്ളയുടെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം. വല്ലാത്തൊരു തലവേദന. ഞാനേ ഒന്ന് പോയി കിടക്കട്ടെ. അവൻ ഓവർ സ്മാർട്ട് കളിച്ച് എന്റെ പോസ്റ്റിൽ കയറി ഗോളടിച്ച് കളഞ്ഞു. ഇനി അടുത്ത പ്ലാൻ തയ്യാറാക്കണം. യെസ്, അത് തന്നെ. എടോ പൊടിയാടി, പൊടിയാടി. എന്താ സാർ വേണ്ടത്? ചായയോ ജ്യൂസോ മറ്റോ? അതിനൊന്നും അല്ലടോ തന്നെ ഞാൻ വിളിച്ചേ. നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതേപടി സക്സസ് ആവണമെന്നില്ല. അതിൽ ഒരെണ്ണം പൊളിഞ്ഞാൽ നമ്മൾ അടുത്ത പ്ലാൻ ചെയ്യും. സാർ എന്താ ഉദ്ദേശിക്കുന്നേ? പറയാം. നാശം പിടിക്കാനോ അംബികയെ വിളിക്കുന്നത്. അംബികെ, അനന്തപിള്ളേ, പ്രതീക്ഷിക്കാത്തതാണല്ലോ അനന്തപിള്ളേ സംഭവിച്ചത്. അതൊന്നും സാരമില്ല. സംഭവിച്ചതൊക്കെ നല്ലതിനാണെന്ന് കരുതിയാ മതി. മന്ത്രിയായി അധികാരത്തിൽ തുടരാനുള്ള നമ്മുടെ ശ്രമമൊന്ന് പാളി, അത്രേ ഉള്ളൂ. അല്ല, അപ്രതീക്ഷിതമായി അവൻ കയറി വന്ന് ഇങ്ങനെ ഒരു വഴിത്തിരിവുണ്ടാക്കുമെന്ന് ഞാൻ കരുതിയില്ല. അവനൊരു നല്ല ആങ്ങളെയല്ലേ അംബികെ? അവൻ അങ്ങനെ ചെയ്തല്ലേ പറ്റൂ. അല്ല, അത് പോട്ടെ. ഇനി എന്താ അനന്തപിള്ളേ അടുത്ത പ്ലാൻ? അത് ഞാന് പുറകെ അറിയിക്കാം അംബികെ. ശരി. ശ്ശേ. അവളുടെ ഒരു കുശലാന്വേഷണം. എന്താ സാർ? നമുക്കൊരു ഗെയിം കളിക്കണം. വലിയ ഒരു ഗെയിം. 1500 2000 കോടിയുടെ ഒരു ഗെയിം. സാറ് IPL ടീം ഏറ്റെടുക്കാൻ പോകണമെന്നോ? അതൊന്നും അല്ലടോ. ഇലക്ഷൻ വരികയില്ലേ, ഒരു കൊയ്ത്ത് നടത്തണം. 140 സീറ്റുകളിൽ നിന്ന് ഒരു 80 സീറ്റുകളെങ്കിലും പിടിക്കണമെങ്കിൽ കുറഞ്ഞ ഒരു 1500 കോടിയെങ്കിലും ഇറക്കണ്ടേ? അത് വേണം സാർ. താൻ നോക്കിക്കോ. വരാൻ പോകുന്ന ഇലക്ഷനിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നത് പോലെ കാര്യങ്ങൾ നടക്കും.